നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഡോക്ടറാണ്. കോട്ടയം മെഡിക്കലിൽ നിന്ന് MBBS പാസ്സായി. അതിനുശേഷം MD ഫാർമക്കോളജി കോഴ്സ് ചെയ്തു. സ്വന്തമായിട്ട് ചെറിയ പ്രാക്ടീസൊക്കെ ആയിട്ട് പോവുകയാണ്. റിസർച്ചാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്. പക്ഷേ വ്യക്തിപരമായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഐ എം ഗോയിങ് ത്രൂ ഡിപ്രഷൻ കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. കുറേ എൻ്റെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഇൻട്രസ്റ്റും കഴിവും അതിലാണെന്ന് ഞാൻ കരുതുന്നു. എനിക്കിതിപ്പോൾ മുന്നോട്ട് ആ രീതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നതുകൊണ്ട് ഞാനിത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുകയാണ്, ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ഒബ്സർവേഷൻസ് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ ചെറിയ ഏജിൽ 20, 18, 30, 40 ഏജുകളിൽ പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനുള്ള ടൂൾസ് ഇല്ല, റിസർച്ചിലേക്ക് ആക്സസ്സും ഇല്ല. പിന്നെ ഡയബറ്റീസ് എങ്ങനെയാണ് വരുന്നത്, എന്താ കോംപ്ലിക്കേഷൻസ്, ആർക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഏറ്റവും വലിയ റിസർച്ച് ഫീൽഡ് ആളുകൾ പോലും അതിൻ്റെ ബേസിക്കിലേക്ക് എത്തിയിട്ടില്ല. അതെനിക്ക് കൃത്യമായൊരു ഗ്രാഹ്യമുണ്ട്. ഞാൻ അതൊന്ന് വെളിപ്പെടുത്താനും ഒക്കെ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒത്തിരി ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ട്. പല രീതിയിലും കൺട്രോളിലാകാതെ വന്നിരുന്ന കേസുകൾ എനിക്ക് ശരിയാക്കാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനം കൃത്യമായിട്ട് എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാം. പിന്നെ ഡയബറ്റീസിൻ്റെ മെഡിക്കേഷൻ എടുക്കുന്നവർക്ക് മെഡിക്കേഷൻ എല്ലാ കേസുകളിലും വേണ്ട. 6 മാസത്താഴുള്ള ഏത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും നമുക്ക് മരുന്നില്ലാതെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. 1 വർഷത്താഴുള്ളത് ഏതാണ്ട് 90% കേസുകളും, 1.5 വർഷത്താഴുള്ള ഏതാണ്ട് 60% കേസുകളും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞാൽ പേഷ്യൻറ്റിനും ഡോക്ടേഴ്സിനും, അപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാം മരുന്ന് നിർബന്ധിക്കുന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നമ്മുടെ അടുത്തെത്താൻ വൈകുകയും 1-2 വർഷം കഴിഞ്ഞാൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഒരു പർട്ടിക്കുലർ റിഫ്ലക്സ് മെക്കാനിസമാണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ശരീരം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. 1, 1.5, 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പലപ്പോഴും പറ്റുന്നത് അലോപ്പതി ഡോക്ടേഴ്സ് മെഡിസിൻ്റെ ആൾക്കാരാണെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഡോക്ടേഴ്സ് നമ്മുടെ അടുത്തെത്താൻ വൈകുക. അറിവുള്ള ഡോക്ടേഴ്സിന് അത് റിവേഴ്സ് ചെയ്യാൻ ഈ പറഞ്ഞ രീതിയിൽ കഴിയും. എനിക്ക് അങ്ങനെയുള്ള കേസുകളുണ്ട്. പിന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ഇതുപോലെ തന്നെയാണ്. മെയിൻലി അപ്പോൾ ഡയബറ്റീസ്, വാസ്കുലർ ഹെഡേക്കുകൾ പലരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കാര്യമാണ്. വളരെ കോൺസ്റ്റൻ്റായിട്ട് വരുന്ന വാസ്കുലർ ഹെഡേക്കുകൾ, പിന്നെ മസിൽ ക്രാംപ്സ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ് മരിക്കൽ ഡയബറ്റീസിൻ്റെ അടിസ്ഥാനം, പനിയുടെ ഫീവറിൻ്റെ അടിസ്ഥാനം, ഇതെല്ലാം കണക്റ്റഡ്. ഇതെല്ലാം ഗ്ലൂക്കോസ് സോഡിയം അനോമലീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പൊതുവേ നമ്മുടെ ഡോക്ടർമാരുൾപ്പെടെ പലരും നിർദ്ദേശിക്കുന്നത് ഡയബറ്റീസുകാർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവരുടെ മക്കളോട് മധുരം കുറയ്ക്കാനൊക്കെ നിർദ്ദേശിക്കും. അതല്ല അതിൻ്റെ കറക്റ്റ് വേ. മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 5 മണിക്കൂർ കൂടുമ്പോഴാണ് നമുക്ക് വിശക്കാൻ പാകത്തിന് ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിൽ താഴുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഗ്ലൂക്കോസ് സോഡിയം അനോമലീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം 5 മണിക്കൂറുടെ ഉള്ളിൽ അതിൻ്റെ ഇടയ്ക്കൊരു 2.5 മണിക്കൂറുണ്ട്. ആ 2.5 മണിക്കൂറിൽ ശക്തമായി ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്നു പോകുന്നവരോ 5 മണിക്കൂറിൽ പോലും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോകുന്നവരോ ഇത് രണ്ടും കൂടി ചേർന്നവരോ ആണ് ഫ്യൂച്ചറിൽ ഡയബറ്റിക്കായി മാറുക, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവായി മാറുക, അല്ലെങ്കിൽ 80% കൊളസ്ട്രോൾ കേസുകളും ഈ രീതിയിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സോഡിയം പ്രശ്നവും ഡെവലപ്പ് ചെയ്യുന്നത് എക്സാക്ട്ലി ഇതേ മെക്കാനിസം വഴിയാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണമായി തീരുന്ന അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസിന് കാരണമാകുന്ന എത്തിയോറോസ്ക്ലീറോസിസ് പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നടു, ഡിസ്ക്, പുറം നെഞ്ച് വേദനകളായിട്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അതിന് കാരണമാകുന്ന ഡിസ്ക് പ്രശ്നങ്ങൾ, അതുമായിട്ട് ചേർന്നുള്ള നെർവ് കംപ്രഷന് എല്ലാം, ഡിസ്ക് ബൾജ് എല്ലാം എക്സാക്ട്ലി ഇതേ റൂട്ടിൽ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ നല്ലൊരു പങ്ക് നെർവ് ഇത്തരം ഡിസ്ക് പ്രശ്നങ്ങൾക്കും ഓർത്തോ കേസാണെങ്കിൽ കൂടിയും അതിന് നിസ്സാരമായ പ്രതിവിധികൾ ഉണ്ട്, കാര്യമായ മരുന്നില്ലാതെ തന്നെ. മെയിൻലി എക്സർസൈസ്, ചെറിയ എക്സർസൈസ്, വലിയ പ്രയാസമുള്ളതൊന്നും പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാം. പ്ലസ് വെരിക്കോസ് വെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്, സെറിബ്രൽ അന്യൂറിസംസ് ഡെവലപ്പ് ചെയ്യുന്നവർ, പിന്നെന്താണ് നമ്മുടെ ഡിസ്ക് പ്രോബ്ലം ഞാൻ സൂചിപ്പിച്ചു. ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ഡിസ്ക് പ്രോബ്ലം ഉണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാക്കുന്ന വ്യക്തികളിൽ തന്നെ ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആക്ച്വലി പലപ്പോഴും കിഡ്നി സ്റ്റോണൊക്കെ രൂപപ്പെടുന്നത്.
കാൽസ്യത്തിൻ്റെ അളവൊക്കെ നോർമലായിട്ടോ കുറവായിട്ട് തന്നെ നിൽക്കുന്നവരിൽ പലപ്പോഴും കാൽസ്യം സ്റ്റോൺ യൂറിനറി ബ്ലാഡറിലോ യൂറിറ്ററിലൊക്കെ കാണപ്പെടുന്നില്ല, കിഡ്നിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണം അപ്പം ഡയബറ്റിസ് സഡൻ ഇപ്പോഴത്തെ ഈ കാർഡിയക് ഡെത്തുകൾ ഡയബറ്റീസിൻ്റെ അടിസ്ഥാനം, ഹൈപ്പർ ടെൻഷൻ്റെ അടിസ്ഥാനം, ഡിസ്ക് പ്രോബ്ലങ്ങളുടെ അടിസ്ഥാനം, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഉപ്പൂറ്റിവേദനയുടെ അടിസ്ഥാനം, നെഞ്ചും പുറവും വേദന അടിസ്ഥാനം, അതൊക്കെ നിസ്സാരമായിട്ട് മാറ്റാം. കാർപ്പൽ ടണൽ സിൻഡ്രോം അതിനെ തുടർന്നുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ഒത്തിരി കാലം ചെല്ലുമ്പോൾ അത് കാർപ്പൽ ടണൽ സിൻഡ്രോം കൈമരവെപ്പൊക്കെ ആയിട്ട് രൂപാന്തരപ്പെടാം. വെളുപ്പിന് 2 to 4 AM കാഫ് മസിൽ ആ ഭാഗം മെയിൻലി, മാത്രമല്ല ഏത് മസിലും ക്രാമ്പ് ചെയ്യുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഗ്ലൂക്കോസ് സോഡിയം അനോമലീസിൽപ്പെട്ടാണ്. സോഡിയം പ്രശ്നങ്ങൾ, സോഡിയം കുറയുന്ന പ്രശ്നം, പൊട്ടാസ്യം കൂടുന്ന പ്രശ്നം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. കാരണം എനിക്കിത് അധിക നാൾ മുന്നോട്ട് പോകാൻ, കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലാണ്. ഗോയിങ് ത്രൂ എക്സ്ട്രീം ഡിപ്രഷൻ, ഫാമിലി പ്രശ്നങ്ങൾ. ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. താങ്ക് യു. പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട് വിട്ടുപോയി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പാണ് കേരളത്തിൽ കൊറോണ അന്ന് സ്പ്രെഡായത്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഗ്രാജുവലി ഇങ്ങോട്ടേക്ക് 2020-21 കേരളത്തിൽ കാര്യമായിട്ടിത് വ്യാപിച്ചത്. അപ്പോൾ വാക്സിൻ സൈഡ് എഫക്റ്റ് ആണ് ഇന്ന്, അതിനെ തുടർന്നാണ് എന്നൊരു ധാരണ പൊതുജനത്തിനുണ്ട്. അത് അല്ല എന്ന് കൃത്യമായി വിശദീകരിക്കാൻ, എന്തുകൊണ്ടാണെന്ന് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത് വിശദീകരിക്കാൻ കഴിയും. വാക്സിൻ സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത് സംഭവിച്ചത് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ വാക്സിൻ ഡോസ് എടുത്തത് വളരെ റെയറാണ്, എക്സ്ട്രീംലി റെയർ. അതിൻ്റെ എന്താ പറയുക, ഡേറ്റയൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അത് 1 million അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അത് വന്നു പോയി. അതിന് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം, വാക്സിൻ്റെ ഡോസ് എടുത്ത് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനകത്തേ വരികയുള്ളൂ. എപ്പോഴും കാത്തിരുന്ന 1 വർഷം 2 വർഷമോ 4 വർഷമോ കഴിഞ്ഞ് വരുന്നതല്ല. സംഭവിച്ചത് കൊറോണയ്ക്ക് ശേഷം, ഞാൻ ഈ 5 hours 2.5 മണിക്കൂറിൻ്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ. ഈ 2.5 മണിക്കൂർ ഇടവേളകളിൽ ഗ്ലൂക്കോസ് ലെവൽ താഴുന്നതിൻ്റെ അളവ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ സെല്ലിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ അളവ് ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് കൊറോണ വന്നില്ല എന്ന് ധരിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകളിൽ കൊറോണ വൈറസ് കയറി ഇറങ്ങി പോയിട്ടുണ്ടാകണം. അപ്പോൾ പ്രത്യേകിച്ചും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ഏരിയകളിൽ, രാജ്യങ്ങളിൽ, സ്റ്റേറ്റുകളിൽ. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ശരീരം വരുത്തിയൊരു അഡാപ്റ്റേഷനാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ എണ്ണം ഒരു മേ ബി 15 to 20 times ആക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 60 വർഷം 15-20 വയസ്സുള്ള ഒരു വ്യക്തി ഭക്ഷണം അവഗണിച്ച് നടന്നാൽ 70-80 വയസ്സിൽ വരുന്ന ഹാർട്ട് അറ്റാക്കോ ഷുഗറോ പ്രഷറോ ആ 50 to 60 വർഷങ്ങൾ ഡിവൈഡ് ബൈ 10 to 20 ഒരു 2 to 8 yearsനുള്ളിൽ വരാം. മെയിൻലി ശ്രദ്ധിച്ചാൽ അറിയാം 4 കാറ്റഗറിക്കാരെ പോകുന്നത്. വെറും വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ഇതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. കാറ്റഗറിക്കാർ ഇതൊക്കെയാണ്. വെറും വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ. അപ്പോൾ കോവിഡ് വാക്സിൻ സൈഡ് എഫക്റ്റ് TTS വേറെ, ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം വേറെ, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അപകടം പറ്റുന്നത് 4 കാറ്റഗറിക്കാർക്കാണ്. വെറും വയറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ബ്രേക്ക്ഫാസ്റ്റ് വൈകി കഴിക്കുന്നവർ, ഏതെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ടോ ഇടയ്ക്കിടെയോ സ്കിപ്പ് ചെയ്യുന്നവർ, നോമ്പ് ഉപവാസം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതെല്ലാം കൊറോണയ്ക്ക് മുമ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കുഴപ്പം 70-80 വയസ്സിലൊക്കെ വരുമായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 2 to 8 years ഏജ് ഘടകമല്ല. കൊറോണ അല്ലെങ്കിൽ കോവിഡ് ആ ഒരു ഫേസ് കഴിഞ്ഞ് എത്ര വർഷമായെന്നനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ കൊറോണ കാലത്ത് 40 years ഉണ്ടായിരുന്ന ആൾക്ക് 2-8 വർഷം കഴിയുമ്പോൾ വരാം. കൊറോണ കാലത്ത് 15 വയസ്സ് ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈ സെയിം തിങ് 2-8 വർഷത്തിനുള്ളിൽ വരാൻ, ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ പാരമ്പര്യം എങ്ങനെയാണ്, ഈ 2.5 മണിക്കൂറുകളിൽ എത്ര താഴുന്നു എന്നുള്ളതാണ്. ചിലർക്ക് 0.5 mg/dL ഗ്ലൂക്കോസിൽ താഴുന്നെങ്കിൽ ചിലർക്ക് 2 mg/dL താഴുന്നുണ്ടാകും. ഇത്തരക്കാരിൽ പെൺകുട്ടികൾ ചെറുപ്പകാലം തൊട്ടേ ലോ BP കാരായിരിക്കും. അവർക്ക് വാസ്കുലർ ഹെഡേക്കിൻ്റെ സാധ്യതയും പ്രസൻസും കൂടുതലായിരിക്കും. ആൺകുട്ടികളുടെ വ്യത്യാസമുണ്ട്. അവർക്ക് ചില പർട്ടിക്കുലർ ഏജിൽ വന്നങ്ങ് മാറിപ്പോവും. യൂഷ്വലി എങ്ങനെ കണ്ടുവരുന്നത്, അതിന് കാരണമുണ്ട്. ഞാൻ വരുന്നതായിട്ട് വിശദീകരിക്കാം. പ്ലസ് 4ാമത്തെ കാറ്റഗറി പറയാൻ പറ്റും. അപ്പം വെറും വയറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, ബ്രേക്ക്ഫാസ്റ്റ് വൈകി കഴിക്കുന്നവർ, ഏതെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ടോ ഇടയ്ക്കോ സ്കിപ്പ് ചെയ്യുന്നവർ, നോമ്പും ഉപവാസവും ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ. അത് പൊതുവെ നല്ലതാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു പണ്ട്, കുഴപ്പമുണ്ട്. അതിൻ്റെ 60 വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഏതാനും
വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രശ്നം വരികയാണ്. കാരണം ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് അറ്റ് പർട്ടിക്കുലർ സമയങ്ങൾ ഇറ്റ് ഹസ് ബിക്കം 10 to 20 times. നാലാമത്തെ കാറ്റഗറി അത്രയും വലിയൊരു കാറ്റഗറി ഇല്ല. അത്താഴം നേരത്തെ കഴിച്ചിട്ട് വൈകി കിടക്കുന്നവരാണ്. അത്താഴം നേരത്തെ കഴിക്കുന്നത് പൊതുവെ നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ കഴിച്ച് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേറ്റാൽ നല്ലതാണ്. പണ്ട് കാരണന്മാരൊക്കെ എങ്ങനെയായിരുന്നു, അവർക്ക് 100 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നു. വെളുപ്പിന് 2 to 4 AM ഒരു പർട്ടിക്കുലർ ടൈമാണ്. അതുപോലെ വൈകിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ആദ്യത്തെ 2.5 മണിക്കൂറും അടുത്ത 2.5 മണിക്കൂറും. അപ്പം ഈ സമയങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ഗ്ലൂക്കോസ് ലെവൽ. അതുകൊണ്ടാണ് വെളുപ്പിന് 2 to 4 AM കുഞ്ഞുങ്ങൾക്ക് പനി പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ആളുകൾക്ക് കാഫ് മസിലോ മറ്റു മസിലുകളോ ക്രാമ്പ് ചെയ്യുന്നത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ആ സമയത്ത് ലിവർ ഏറ്റവും ആക്റ്റീവാണ്. ലിവർ ഇനാക്റ്റീവാണ് അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള വൈകിട്ട് 2 to 4 PM. അതുകൊണ്ടാണ് നമുക്ക് സാധാരണ ഓരോ 2.5 മണിക്കൂറിലും വിശപ്പം തോന്നാത്ത വ്യക്തികൾക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2.5 മണിക്കൂറാകുമ്പോൾ ഒരു ചായയും ബിസ്ക്കറ്റോ സമോസയോ കഴിക്കാൻ തോന്നുന്നത്. ഇനി ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാം. ഇൻക്ലൂഡിങ് ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും വാസ്കുലർ ഹെഡേക്കുകളുടെയും ഇപ്പോഴത്തെ സഡൻ കാർഡിയക് ഡെത്തുകളുടെയും അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഭയങ്കര വിഷമത്തിൽ കൂടെ ഡിപ്രഷൻ കൂടെ കടന്നാണ്. അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കഴിയുന്നത് ഇന്നൊന്ന് ആളായിട്ട് തന്നെ ചെയ്യാം. താങ്ക് യു. ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഇനിയിപ്പോൾ റിസർച്ചായിട്ട് പബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും വർഷങ്ങളെടുക്കും. മാത്രമല്ല എനിക്കതിനുള്ള ഒരു ശക്തി ഇപ്പോൾ ഇല്ല. ഞാൻ ജീവിതത്തിൽ വളരെ നിരാശനാണ്. കടുത്ത ഡിപ്രഷനിൽ കൂടെയാണ് പോകുന്നത് കുറേ വർഷങ്ങളായിട്ട്. ഞാൻ ഏതാണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റോഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ലോകത്തിന് ഉപകാരപ്പെടണമല്ലോ. ഓക്കെ, സീ യു.